42 ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള എസ്.എഫ്.ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി.എം. ആർഷോയുടെ സാന്നിധ്യം, അതായത് ഈ സമയത്തല്ല, പക്ഷേ എങ്കിലും ഈ 8 മാസമായി സിദ്ധാർത്ഥനെ അല്ലേ ഈ ശിക്ഷയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ യൂണിയൻ ഓഫീസിൽ പോകണം, അവിടെ നഗ്നനായി നിൽക്കണം അല്ലേ, അതൊക്കെ ഇവർ ചെയ്തതാണ്. ഒരുപക്ഷെ ആ സമയത്ത് ആർഷോയുടെ സാന്നിധ്യം ഉണ്ടാവുമായിരിക്കുമല്ലോ. ഈ 8 മാസത്തിനിടയിൽ എപ്പോഴെങ്കിലും ആർഷോയും ഇതിന് സാക്ഷിയായിട്ടുണ്ടാവും. ഉണ്ടാവും എന്ന് പറയണമല്ല, ഉണ്ടാവണം, തീർച്ചയായിട്ടും ഉണ്ടാവണം. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത് 8 മാസമായിട്ട് അവിടെ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ സിദ്ധാർത്ഥനെ കൊണ്ടുപോയിട്ട് രാവിലെയും വൈകുന്നേരവും ദിവസവും ഒപ്പിടിയിക്കണം. ഈ പോരാത്തതിന് അവിടെ ഒരൊറ്റ യൂണിയനേ ഉള്ളൂ, അത് ഈ എസ്.എഫ്.ഐ എന്നുള്ള തീവ്രവാദി യൂണിയൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ മകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആർഷോ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അവൻ അത്ര സ്നേഹത്തോടെ പറയുന്നത്, അതാണ് അതിൻ്റെ ഇതിലുള്ള ഏറ്റവും വലിയ രസം. 3-4 മാസത്തിന് മുമ്പ് ഞാൻ നാട്ടിൽ വന്നപ്പോൾ പറയാം, അവിടെ വരുന്നുണ്ട്, അവിടെ വരും, അവിടെ വന്നിട്ട് യൂണിയൻ ചേട്ടന്മാരുടെ റൂമിൽ കിടക്കും, ചെയർമാൻ്റെ റൂമിൽ കിടക്കും, മാസത്തിൽ 1-2 ദിവസം വന്നിട്ട് കിടക്കും. ഞാൻ ചോദിക്കും, അവർ പറഞ്ഞതിന് കുഴപ്പമുണ്ട്, ഔട്ട് സൈഡിൽ നിന്നൊക്കെ വരാമോ, ആൾക്കാർ വരാമോ കിടത്താം? അത് അവർക്ക് കുഴപ്പമില്ല, അവർക്ക് പാർട്ടിക്കാർ വന്ന് കിടക്കാം. അവൻ ഫസ്റ്റ് ഇയർ ആയിരിക്കുമ്പോഴാണ് പറയുന്നത്, അവർക്ക് പാർട്ടിക്കാർ വന്ന് കിടക്കാം. കാരണം അവിടെ അല്ല താമസിക്കുന്നത്, ഫസ്റ്റ് ഇയറിൽ വേറെ ഹോസ്റ്റലില്ല. അപ്പോൾ അവിടെ കിടക്കുന്നുണ്ടെന്നുള്ളത് അവൻ നല്ലവണ്ണം അറിയാം. അവർക്ക് കിടക്കാൻ ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അപ്പോഴും കിടക്കുന്നുണ്ട്. പിന്നെ ഓരോ ആർട്സോ സ്പോർട്സോ ഇങ്ങനത്തെ പരിപാടികളെല്ലാം വരുമ്പോൾ ഈ ആർഷോ ചേട്ടൻ അവിടെ കിടക്കുന്നുണ്ട്, വരുന്നുണ്ടെന്നല്ല അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് കിടക്കുന്നത് യൂണിയൻ റൂമിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവനവിടെ കൊണ്ടുപോയിട്ട് നഗ്നനായിട്ട് നിന്നിട്ട് സൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കണം ഇതേ യൂണിയൻ റൂമിലാണ്. യൂണിയൻ പ്രസിഡൻ്റ് അവൻ്റെ അരുൺ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ അകത്ത് കിടക്കുക, ഈ കൊലപാതകത്തിനകത്ത് കിടക്കുക. അവൻ്റെ റൂമിൽ ഒന്ന് സൈൻ ചെയ്യണ്ട. അവൻ രാജാവിനെ പോലെ ഇരിക്കും, രാജാവിനെ പോലെ ഇരുന്നിട്ട് അവിടെ വന്ന് കഴിഞ്ഞിട്ട് അവൻ ഡ്രസ്സെല്ലാം മാറണം, എല്ലാ ഡ്രസ്സും നോക്കിയിട്ട് നഗ്നനായിട്ട് അവന് കണ്ട് രസിക്കണം. എന്തോ അത് ഹോമോസെക്ഷൽ മാതിരി അവന് കണ്ട് രസിക്കണം. ആ ഒരു മൈൻഡാണ് അവന്മാർക്ക്. അത് കണ്ടുകൊണ്ടിരുന്ന് ശരി സൈൻ ചെയ്തിട്ട് വീണ്ടും നിൽക്കണം. അപ്പോൾ ഇത് നടക്കുന്നത് കഴിഞ്ഞാൽ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമല്ല, മാസത്തിൽ ഒരു ദിവസമല്ല, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും എല്ലാ ദിവസവും. അപ്പോൾ ഈ ദിവസങ്ങളിൽ 8 മാസമായിട്ട് ആർഷോ ചേട്ടൻ അവിടെ വന്നില്ല എന്ന് പറയണമെങ്കിൽ അത് കേരളത്തിലോടുള്ള ഏറ്റവും മണ്ടന്മാരോട് പറയുക, അല്ലെങ്കിൽ അവിടെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവിടുത്തെ കരിങ്കൽ തൂണ് കാണും, കരിങ്കൽ തൂണിനോട് പറഞ്ഞാൽ കരിങ്കൽ തൂണ് ചിലപ്പോൾ കേൾക്കുമായിരിക്കും, സാധാരണ ജനങ്ങൾ കേൾക്കില്ല. ഈ ചേട്ടൻ അവിടെ വന്നിട്ട് പോകണം ഇല്ലെന്നൊന്നും. അവിടെ വരുന്നുണ്ട്, വന്നിട്ട് ഇതിന് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അവൻ്റെ അറിവോടെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അവൻ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിപാടി അകത്ത് നിർത്താമായിരുന്നു. അത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവനെ വരുതിക്ക് നിർത്തണം പറഞ്ഞാൽ ആ വരുതിക്ക് നിർത്താൻ 8 മാസം വരെ ശ്രമിച്ചു നോക്കി, നടന്നില്ല. അവസാനം ഈ 3 ദിവസം കൊണ്ട് അവനെ ഏമാരെല്ലാവരും കൂടെ അടിച്ച് കൊന്നിട്ട് വീണ്ടും ഈ ചേട്ടൻ എന്തിനാണ് അവിടെ പോയത്? വീണ്ടും അതിന് പിറ്റേന്ന് മുതൽ ഈ ആർഷോ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. അത് അദ്ദേഹം തന്നെ ഒരു ചാനലിൽ പറയുകയും ചെയ്തു, ഞാൻ അതിനു മുമ്പ് പോയിട്ടില്ല, മരണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോയത്. ഓക്കെ, മരണം കഴിഞ്ഞതിന് ശേഷം അവിടെ പോകുന്നത് എന്തിനാ? അവൻ്റെ വീട്ടുകാരന് സംബന്ധം ആലോചിക്കാൻ പോയത് ഇല്ലല്ലോ, അവിടെ കല്യാണം വിളിക്കാൻ പോയതല്ലോ, അല്ലെങ്കിൽ അവൻ്റെ സഹോദരിക്ക് കല്യാണം വിളിക്കാൻ പോയതല്ലോ. പിന്നെ അങ്ങോട്ട് പോയത് എന്തിനാ? അങ്ങോട്ട് അവൻ പോകേണ്ട കാര്യമില്ല. അവിടെ പോലീസ് പോവും, അല്ലെങ്കിൽ ബാക്കിയുള്ള ചാനലുകാർ പോവും. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എന്തുമാത്രം വിദ്യാർത്ഥി സംഘടനകളുണ്ട്, പല വിദ്യാർത്ഥി സംഘടനകളുണ്ട്, പല രാഷ്ട്രീയക്കാരുണ്ട്, അവരൊക്കെ അവിടെ പോകുമായിരുന്നല്ലോ. ഇവൻ അവിടെ ചെന്ന് തമ്പടിച്ചിരിക്കേണ്ട കാര്യം എന്തോന്നാ? ആ സമയത്ത് പോകേണ്ട കാര്യം പറഞ്ഞാൽ ആ റൂം വൃത്തിയാക്കണം, ആ റൂമിലേക്ക് കഴിവ് റെഡിയാക്കണം. അവിടുത്തെ ഡീൻ അവിടെ ഉണ്ട്, നാരായണൻ. ആ ഡീൻ നാരായണനും കാന്തനാഥനും ആ സമയത്ത് സസ്പെൻഷൻ ആയിട്ടില്ല. അവരുമായിട്ട് ചേർന്ന് നിന്നിട്ട് എങ്ങനെയൊക്കെ തെളിവ് നശിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം 3 ദിവസം പ്രസംഗിക്കുന്നുണ്ടല്ലോ. ഡീൻ തന്നെ പറയുന്നുണ്ട്, ഇത് പുറത്തറിയല്ലേ, ഇവിടെ ഒരു ആക്സിഡന്റ് ആണ് നടന്നത്, അങ്ങനെ പറയണം. അപ്പം നമ്മളാരും പറയുന്നില്ല, ആ പ്രസംഗത്തിൽ വളരെ വ്യക്തമായിട്ട് ഡീന് പറയുന്നുണ്ട്, ഇവിടെ ആക്സിഡന്റ് ആണ് നടന്നത്, ഇതങ്ങനെ അറിഞ്ഞാൽ മതി.